Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, we can start. Who is going to do prayer? Prayer ചെയ്യാൻ ആരല്ലേ? ഞാൻ ചെയ്യാം മിസ്സേ. Okay. In the name of God, most gracious, most merciful, praise be to God, Lord of the world, the beneficent, the merciful, honor of the day of judgment, honor of the day of judgment. Good afternoon, all. A little bird and a little race makes a man healthy, wealthy, and wise. Signed in by Rishana Faisal. So, where were we? നമ്മൾ ഏതെടുത്തോണ്ടിരുന്നേ? Yes. യൂണിറ്റ് 3 ആണോ? പാർട്ട് 3 അത് കഴിഞ്ഞോ? Unit 7. 7. ആണോ? അപ്പൊ സെൽഫ് കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് കഴിഞ്ഞു അല്ലേ? സോ യൂണിറ്റ് 3 ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻ ആണോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തത്? മോക്ക് ടെസ്റ്റ് കിട്ടിയത് അല്ലേ? അതോ ടെക്സ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല മാം. മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ. ആണോ? ഞാൻ കഴിഞ്ഞ ആഴ്ച കൊടുത്തതാണല്ലോ. ചെക്കാം. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് കൊടുത്തതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യിക്കട്ടെ. എക്സാംസിന്റെ തിരക്കായത് കാരണം ചിലപ്പോൾ വിട്ടുപോയതായിരിക്കും. നിങ്ങൾക്ക് അയച്ചേക്കൂട്ടോ. ഞാനപ്പോ യൂണിറ്റ് 4 കൊടുത്തേക്കാം. അതും കഴിഞ്ഞതാണല്ലോ. അത് കൊടുത്തിട്ടുണ്ടായില്ലായിരുന്നു. ഇത് മാത്രമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. യെസ്. സോ നമ്മള് പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ എവിടെ വരെയായി? മിസ്സേ ഫ്രീഡം അല്ലേ എടുത്തത്? പ്രിപ്പയർഡ് ഫ്രീഡം എൻവയോൺമെന്റ് ആണോ? അതെ മിസ്സേ, ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ്. ഫ്രീഡം ഫ്രം ലിമിറ്റ്സ് ആ ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഞ്ചാമത്തെ പോയിന്റ് വരെ ആയി. 5 കഴിഞ്ഞു, ഇനി 6 എടുക്കണം. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ് ഇനി എടുക്കേണ്ടത് അല്ലേ? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം.
പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഫ്രീഡം ആയിരുന്നു നമ്മൾ പറഞ്ഞത്. ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈക്ക് വാട്ട് വി ഡു, ചെയ്യുന്നതിന് ഇഷ്ടപ്പെടുന്നു, അല്ലാതെ ഇഷ്ടപ്പെടുന്നത് ചെയ്യുക എന്നുള്ളത് അല്ല ഫ്രീഡം എന്ന് പറയുന്നത്. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ്. അതിന് വേണ്ടുന്ന രീതിയിലാണ് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിനെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലെ ഓരോ മെറ്റീരിയൽസും അതിനനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ റെസ്പെക്ട്, ഒരു സെൽഫ് റെസ്പെക്ട് മാത്രമല്ല, മെറ്റീരിയൽസിനോടുള്ള റെസ്പെക്ട്, സറൗണ്ടിങ്സിനോടുള്ള റെസ്പെക്ട്, മറ്റുള്ളവരോടുള്ള റെസ്പെക്ട്, അങ്ങനെ പല രീതിയിൽ. പിന്നെ പ്രോഗ്രസ് ഉണ്ട്, കുട്ടി ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയിലും പ്രോഗ്രസ് വരുന്നു. ഇതാണ് റിവാർഡ്. അല്ലാതെ അവിടെ പ്രത്യേകം റിവാർഡോ പണിഷ്മെന്റോ ഒന്നും മോണ്ടിസോറി എൻവയോൺമെന്റിലില്ല. ഓക്കെ, ഒരു കുട്ടിയും അവിടെ പുറകിലേക്ക് മാറ്റി നിർത്തുന്നില്ല. എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് മോണ്ടിസോറി എൻവയോൺമെന്റ് നടക്കുന്നത്. പിന്നെ ഓരോ കുട്ടിക്കും അവന്റെ സ്പീഡിനനുസരിച്ച് ആക്ടിവിറ്റി ചെയ്യാനുള്ള ഒരു ഫ്രീഡം അവിടെ ഉണ്ട്. അല്ലാണ്ട് പെട്ടെന്ന് ചെയ്യുന്ന ഫോഴ്സ്ഫുള്ളി ആരും ഒന്നും പറയുന്നില്ല. സോ ഓൺ റേറ്റിൽ അവന്റെ സ്പീഡ് എന്താണോ, അവന്റെ പേസ് എന്താണോ, ആ പേസിൽ തന്നെ ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അങ്ങനെ ആ ഫ്രീഡത്തിന്റെ മെനി ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ദാറ്റ് ഇസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അത് തന്നെ കുറെ ഉണ്ട്. ഫ്രീഡം ഓഫ് ചോയ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ടു ഗ്രോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ 6 and 7 ആരാ ഒന്ന് റീഡ് ചെയ്യാം? മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്നുള്ളത് കൊണ്ട് എന്താണ് അത് മീൻ ചെയ്തെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. കാരണം ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തും അവർക്ക് അവിടെ ചെയ്യാമെന്നുള്ളതല്ല, ആ ഫ്രീഡം ഏതെല്ലാം ഏരിയയിലാണെന്നുള്ളതാണ് നമ്മൾ ഇനി കാണുന്നത്. സോ 6 and 7, who is going to read? Yes, freedom of movement. Children are permitted to move around the classroom as they like, in whatever way they please, the inside as well as the outside of the classroom. Since of this freedom of movement, the Montessori classroom is not divided between work periods. 7th point, freedom of choice. Children are free to select their own activities in the classroom. Freedom makes the child able to develop good working habits and sustained concentration. In order to have a selection of activities, the child must be presented with a variety of exercise designed for his auto education. മതിയോ മിസ്? യെസ്. അപ്പോ ഫ്രീഡത്തിന്റെ ഡിഫറെന്റ് ഫേസസ്, ഡിഫറെന്റ് ഏരിയ, കുട്ടികൾക്ക് എങ്ങനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റില്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഫ്രീഡം എന്നുള്ളത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് സാധാരണ സ്കൂള് അല്ലെങ്കിൽ സാധാരണ ക്ലാസ് റൂം പോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റൂം മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലില്ല. അവിടെ ജനലുകളോ വാതിലുകളോ വെച്ച് ക്ലാസ് റൂമിനെ ഡിവൈഡ് ചെയ്തിട്ടില്ല. ഒരു കോമൺ ഏരിയ പോലെയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡിവിഷൻ ഇല്ല. അതിങ്ങനെ പിന്നെ ഔട്ട്സൈഡുമായിട്ട് നിറയെ വരാന്തകളുണ്ട്. കുട്ടിക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഈസിലി വേറെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ തന്നെ പുറത്തേക്ക് പോവാം. ഈവൻ വാഷ്റൂമിലേക്ക് ആണെങ്കിലും അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും അവിടെ ഉണ്ടായിരിക്കും. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വർക്ക് പീരീഡ്, അതായത് നമുക്കിപ്പോ സാധാരണ സ്കൂളുകളിൽ അറിയാം, ഇപ്പൊ 40-45 മിനിറ്റ്സ് ആണ് ഒരു പീരീഡ് എങ്കിൽ അത്രയും ടൈം കുട്ടി അവന് സ്പെസിഫിക് ആയിട്ട് വച്ചിരിക്കുന്ന ആ സീറ്റിൽ തന്നെ അനങ്ങാതിരിക്കണം. ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് കുട്ടിക്ക് മൂവ്മെന്റ് പറ്റുള്ളൂ. ബ്രേക്ക് വരുമ്പോഴാണ് അവർ വാഷ്റൂം പോകുന്നത്. അല്ലാത്ത എല്ലാ പീരീഡും അങ്ങനെ തന്നെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഇരിക്കേണ്ടായിരിക്കും. അതുകൊണ്ട് മോണ്ടിസോറി ക്ലാസ് റൂമിലൊന്നും പീരീഡ് ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഓഫ് ചോയ്സ്. പിന്നെ ക്ലാസ് റൂമില് ആരും ഇൻസ്ട്രക്ട് ചെയ്യുന്നില്ല, ഈ ഒരു ആക്ടിവിറ്റി നീ ചെയ്യണം, ആ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല. കുട്ടികളുടെ ഓൺ ചോയ്സ് ആണ്. അവർക്ക് പോയിട്ട് മെറ്റീരിയൽസ് എടുക്കാം, അവർക്ക് ഏതാണോ താല്പര്യം അത് ആ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് എടുക്കാം, ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാം. പിന്നെ അവന്റെ ഓട്ടോ എഡ്യൂക്കേഷൻ, തന്നെത്താനെയുള്ള ലേണിംഗ് പ്രോസസ് ആണല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഡെമോ ആദ്യം കൊടുക്കും, ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുക്കും. ആ കിട്ടുമ്പോഴേക്കും കുട്ടിക്ക് മനസ്സിൽ തോന്നും, എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ആക്ടിവിറ്റി ആയിരിക്കും അവൻ സെലക്ട് ചെയ്യുന്നത്. സോ ആ ചോയ്സ്, ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്.
ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഓഫ് സ്പീച്ച്. ഇതാരാ ഒന്ന് വായിക്കാം? ഫ്രീഡം ഓഫ് സ്പീച്ച്. ഞാൻ വായിക്കുന്നത്. Freedom of speech. The Montessori classroom differs from a traditional school. Children speak to each other and start activities together whenever they like. They are not forced, subtly or otherwise, to join in any group or to share themselves with others when they are not ready or interested. Since they are not forced to compete with each other, their natural desire to help others develops spontaneously. In a Montessori environment, children are expected to obey the rules of basic courtesy, which consist of not interrupting other people. Since the Montessori approach differs from that of a traditional classroom, the emphasis on it is often missed. ഓക്കെ, ഫ്രീഡം ഓഫ് സ്പീച്ച്. ഓക്കെ, ട്രഡീഷണൽ സ്കൂളിൽ അല്ലെ കുട്ടികൾക്ക് അങ്ങനെ സംസാരിക്കുക എന്നുള്ളത്, അവിടെ സംസാരിക്കുന്നവരുടെ പേര് എഴുതി വെക്കും, അങ്ങനെയൊക്കെ ഒരു സ്ട്രിക്റ്റ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലേ. പരസ്പരം സംസാരിക്കാനോ ഒരുമിച്ച് നിന്ന് ആക്ടിവിറ്റീസ് ചെയ്യാനോ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ആ രീതിയിൽ ഗ്രൂപ്പായി ചെയ്യാനോ അങ്ങനെ രീതിയിലുള്ള ഒരു ഫ്രീഡവും ട്രഡീഷണൽ ക്ലാസ് റൂമിലില്ല. ആ ടീച്ചറുടെ ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചാണ് പലപ്പോഴും പല ആക്ടിവിറ്റീസും അവർക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് അതുപോലെ തന്നെ നിർബന്ധിച്ച് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചേർത്ത് ആക്ടിവിറ്റി ചെയ്യുകയോ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഇല്ല. പിന്നെ കുട്ടികൾക്ക് പലതും പല കാര്യങ്ങളും തന്നെത്താനെ ചെയ്യാം, അവർക്ക് ആവശ്യമുള്ളപ്പോ സംസാരിക്കാം, ആവശ്യമുള്ളപ്പോ അടുത്ത കുട്ടിയുടെ അടുത്ത് പോയിട്ട് സംസാരിക്കാം. ബട്ട് നമുക്കറിയാം എല്ലാ കുട്ടികളും വരുന്ന കുട്ടികളൊന്നും എല്ലാവരും നോർമലൈസ്ഡ് അല്ല. അവരെ ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് നോർമലൈസ്ഡ് ആക്കുന്നത് അല്ലെ. ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, ചിലപ്പോൾ മറ്റു കുട്ടികളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. വരുന്ന ഉടനെ തന്നെ ഇവരെല്ലാം നോർമലൈസ്ഡ് ആകുന്നില്ല. കുറേ ദിവസങ്ങൾ എടുത്ത് പല പല ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിച്ച് അതിന് വേണ്ടിയിട്ടാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു ക്വാളിറ്റിയായ ഒബ്സർവേഷൻ. അവർ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇടപെടേണ്ട കുട്ടികൾ ഏതാണ്, ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഏതാണോ അവർക്ക് അതിനനുസരിച്ച് ആക്ടിവിറ്റി ചെയ്ത് അവരെ നോർമലൈസ്ഡ് ആക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ മോണ്ടിസോറി എൻവയോൺമെന്റില് ഈ ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞ ഒരു കുട്ടികളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം. ഈവൻ ദോ ഒരു ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ കുട്ടികളുമായിട്ട് നല്ലൊരു ബോണ്ടിങ്, ഒരു റാപ്പോ ബിൽഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനത്തെ ആള് പറയുമ്പോൾ കുട്ടികൾ പലതും ഒബേ ചെയ്യും. ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റില് അവരങ്ങനെ ആ ഇഷ്ടത്തോടു കൂടി തന്നെ ഒരു ഒബേ ചെയ്യും. അതാണ് അവിടുത്തെ ഒരു കർട്സി എന്ന് പറയുന്നത്. അതാണ് മറ്റുള്ളവരെ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക, ഇതെല്ലാം അവരിൽ തന്നെ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ സാധാരണ ട്രഡീഷണൽ ക്ലാസ് റൂമില് ഉള്ള പല കാര്യങ്ങളുമല്ല മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ളത്. കാരണം അതെപ്പോഴും ഓട്ടോ എഡ്യൂക്കേഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് കുട്ടികൾക്ക് എല്ലാ രീതിയിലുള്ള ഫ്രീഡം അവിടെ കൊടുത്ത് അവരുടെ ലേണിംഗ് പ്രോസസ് അതിനെ പ്രോഗ്രസ് ചെയ്യുന്നു. അതാണ് ഈ പറയുന്ന മോണ്ടിസോറി ക്ലാസ് റൂമിൽ നടക്കുന്നത്. Different from that of traditional classroom. ഓക്കെ, ട്രഡീഷണൽ ക്ലാസ് റൂമിൽ പലപ്പോഴും പല പല സ്കൂളുകൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ ചില സ്കൂളുകൾ വളരെ ഇമ്പോർട്ടൻസ് പലപ്പോഴും പല കാര്യങ്ങൾക്ക് കൊടുക്കുന്നു. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിലെ പോലെ പല കാര്യങ്ങളും ട്രഡീഷണൽ ക്ലാസ് റൂമിൽ നടക്കുന്നില്ല. അത് കുട്ടികളുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സിനെ ശരിയായ രീതിയിൽ തന്നെ നടക്കാതിരിക്കുന്നു. അത് ശരിയായ രീതിയിൽ നടക്കാതെ വരുന്നു പലപ്പോഴും ട്രഡീഷണൽ ക്ലാസ് റൂമിൽ. മോണ്ടിസോറി ക്ലാസ് റൂമിലാവുമ്പോൾ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ ഒരു അറ്റൻഷൻ കിട്ടുന്നു, ഒരു ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അപ്പൊ അവർക്ക് എന്താണ് വാട്ട്സ് ദർ നീഡ്സ് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ട്രഡീഷണൽ മെത്തേഡിലാവുമ്പോൾ പല ലിമിറ്റേഷൻസ് കൊണ്ട് അങ്ങനെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ എപ്പോഴും പോസിബിൾ ആവണമെന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ സ്കൂൾ, അത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 9 and 10 ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്തു കേട്ടോ, സ്ക്രോൾ ചെയ്യാം. ഞാൻ വായിക്കാം മാം. ഓക്കെ. Freedom to grow. In Montessori classroom, children are free to grow and to construct his own mental abilities in the prepared environment. All materials in the Montessori classroom are directed towards helping the child build his inner self. Freedom to love and to be loved.
Children have right to love and be loved unconditionally. When the children sense that they are unwavering and unquestionably loved, what's the word? Unquestionably loved, valued and respected just for being himself. They too will find in themselves in the capacity to love others in the same way. Thank you, ma'am. നെക്സ്റ്റ് ഫ്രീഡം ടു ഗ്രോ അല്ലെ. അവിടെ ഗ്രോത്തും ഡെവലപ്മെന്റും നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. അതായത് സെൽഫ് കൺസ്ട്രക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കുട്ടികൾ ഫ്രീ ടു ഗ്രോ ആണ്. അവിടെ ആരും ഒന്നിനും തടസ്സപ്പെടുത്തുന്നില്ല. അവന്റെ എന്താണ് അവന്റെ കപ്പാസിറ്റി, ആ ഒരു പൊട്ടൻഷ്യൽ, അതിനനുസരിച്ച് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ അവന്റെ എബിലിറ്റീസ് എല്ലാം എക്സ്പ്ലോർ ചെയ്യപ്പെടുവാണ്. അവൻ വട്ട് എവർ ഹി നോസ് ഹി ഈസ് ഡൂയിങ് വിത്ത് ദാറ്റ് എബിലിറ്റി. അങ്ങനെ ആ ഒരു ഇതനുസരിച്ച് അവൻ എല്ലാ ആക്ടിവിറ്റീസും ചെയ്തു. ഈ ക്ലാസ് റൂമിലുള്ള മെറ്റീരിയൽസ് എല്ലാം കുട്ടികളുടെ ഒരു ഇന്നർ സെൽഫ്, അവരുടെ ആ ഉള്ളിലുള്ള പല പൊട്ടൻഷ്യലിനെയും പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനും കുറച്ചുകൂടെ ഷാർപ്പാക്കാനും പറ്റുന്ന രീതിയിലാണ് അവിടുത്തെ ഓരോ മെറ്റീരിയലും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇൻക്ലൂഡിങ് മാറ്റ്, അവിടെ യൂസ് ചെയ്യുന്ന മാറ്റ് പോലും അതിനനുസരിച്ച് മാറ്റ്, ഫർണിച്ചേഴ്സ് എല്ലാം തന്നെ കുട്ടികളുടെ ഡെവലപ്മെന്റിനെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലാണ്. ആ ഇന്നർ സെൽഫ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്. ഇതിപ്പോ മോണ്ടിസോറി മെത്തേഡ് എന്നല്ല, നമ്മുടെ എല്ലാവരുടെയും നീഡ് ഇതാണ് അല്ലെ. മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പറ്റണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഫ്രീഡം, ആ ഒരു കുട്ടികൾക്ക് ആ ഒരു കുട്ടികളുടെ റൈറ്റ്സ് ആണ്. അവരെ കെയർ ചെയ്യുക, അവരോട് അഫക്ഷനോട് കൂടി പെരുമാറുക, അവരെ സ്നേഹിക്കുക എന്നുള്ളത് അവരുടെ റൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവരും സ്നേഹിക്കും. അവർക്ക് എന്താണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ആ ഒരു റിഫ്ലക്ഷൻ അല്ലെ. നമ്മള് കേട്ടിട്ടോന്ന് അറിയില്ല, പ്രകാശം പരത്തുക എന്നുള്ളത് കേട്ടിട്ടില്ല. ലൈറ്റ് എങ്ങനെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. നമുക്കിപ്പോ സ്വയം എരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് തീരുന്ന ഒരു മെഴുകുതിരി പോലെ അല്ലെ, അങ്ങനെ നമുക്ക് ലൈറ്റ് പ്രൊവൈഡ് ചെയ്യാം. അതായത് സാക്രിഫൈസ്, മദർ തെരേസയൊക്കെ പോലെ നമുക്ക് അങ്ങനെ പ്രകാശം പരത്താം. മനുഷ്യര് പ്രകാശം പരത്തുന്ന കേട്ടോ പറയുന്നത്. അങ്ങനെ നമുക്ക് പ്രകാശം പരത്താം. അതുകൂടാതെ നമുക്ക് ലൈറ്റ് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മീഡിയ ഏതാ? മിറർ അല്ലെ. മിററിലെ ലൈറ്റ് വന്നടിക്കുവാണെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്യും. ആ ലൈറ്റ് മുഴുവനും അത് റിഫ്ലക്ട് ചെയ്യും. എന്താണോ അതിലേക്ക് കൊടുക്കുന്നത് അത് തിരിച്ചു തരുവാണ്. സോ നമുക്ക് സ്വയം എരിഞ്ഞു തീരുന്നതിനേക്കാളും നല്ലത് കണ്ണാടിയാകുക എന്നുള്ളതാണ് അല്ലെ. കാരണം മദർ തെരേസയെ പോലെ സ്വയം എരിഞ്ഞു തീരുക, അതൊക്കെ സാക്രിഫൈസ് ത്യാഗം അല്ലെ. അതിനും നല്ലത് നമുക്ക് എപ്പോഴും അത് നല്ലതല്ല എന്ന് കേട്ടോ പറയുന്നേ. നമ്മൾ കണ്ണാടിയാകാനായിട്ടൊന്ന് ശ്രമിക്കണം. നമുക്ക് സ്വയം എരിഞ്ഞു തീരുക എന്ന് പറഞ്ഞാൽ അത്രയും ഭയങ്കര ക്വാളിറ്റി ഒക്കെ വേണം നമുക്ക്. പക്ഷെ കണ്ണാടിയാകാൻ കുറെ കൂടി എളുപ്പമാണ്. അതായത് മറ്റുള്ളവരുടെ നന്മ നമ്മൾ പറയുക. അപ്പൊ എന്താ, നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിയുടെ നന്മ, പോസിറ്റീവ് നമ്മൾ പറയുമ്പോൾ അത് റിഫ്ലക്ട് ചെയ്ത് വരും. നമ്മളെ കുറിച്ചും അത് തന്നെ പുറത്തേക്ക് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ കണ്ണാടിയാകാനായിട്ട് നമുക്ക് അതുപോലെ തന്നെയാണ് ഇവിടെ ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ് എന്ന് പറയുന്നത് തന്നെയാണ്. എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടും. ജസ്റ്റ് ലൈക്ക് മിറർ. ഓക്കെ, അപ്പൊ കണ്ണാടി പ്രകാശം പരത്തുന്നത് കണ്ണാടി ആയിക്കൊണ്ട് പരത്തുവാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടികൾക്ക് അവരെ അൺക്വസ്റ്റനബിളി ആയിട്ട്, അതായത് സ്നേഹം എന്നുള്ളത് എപ്പോഴും എക്സ്പ്രസീവ് ആയിരിക്കണം അല്ലെ. ഉള്ളില് അങ്ങനെ നിറച്ചു വെച്ചിട്ട് പുറമെ പ്രകടിപ്പിക്കാത്തത് കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. കറക്റ്റ് സമയങ്ങളിൽ തന്നെ ആ ഒരു ലവ്, അഫെക്ഷൻ, കെയർ ആ കുട്ടികൾക്ക് കിട്ടണം. പിന്നെ കൊടുക്കാം, അല്ലെങ്കിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി നാശായി പോവും, അങ്ങനെ വഷളാവും, അങ്ങനെയൊക്കെ പറയുന്നത് അല്ല. നമ്മളുടെ സ്നേഹം, ഈവൻ ആ സ്നേഹത്തോടുള്ള ഒരു ശാസന, അതൊക്കെ ഒരു പോസിറ്റീവ്നെസ് ആണ്. കുട്ടിയെ വഴക്ക് പറയേണ്ടതല്ല, പക്ഷെ വഴക്ക് പറയുന്ന രീതി അതാണ് ഡിഫറെന്റ്. അവനെ ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും ആ ഒരു ഇഷ്ടം കൊണ്ട് ഹി വിൽ ഒബേ ദ റൂൾസ്. കേട്ടിട്ടില്ലേ മോണ്ടിസോറി എൻവയോൺമെന്റ് അതാണല്ലോ. അതുപോലെ ഹി വിൽ ഒബേ. നമ്മൾ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ ഷൗട്ട് ചെയ്ത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണെങ്കിൽ ആ കുട്ടി ശ്രദ്ധിക്കുക പോലുമില്ല, അതൊന്ന് വിറച്ചു നിൽക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഫ്രീഡം ടു ലവ് ആൻഡ് ടു ബി ലവ്ഡ്, ഹിസ് റൈറ്റ്സ് ടു ബി ലവ്ഡ് ആൻഡ് ടു ലവ്. അങ്ങനെ ഒരു വാല്യൂ ഉണ്ടാവും, റെസ്പെക്ട് ഉണ്ടാകും. ആ ഒരു ബീയിങ്, അവനെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളോട് ഒരു അഫെക്ഷൻ കാണിക്കുമ്പോൾ ഹി വിൽ ഫീൽ ലൈക്ക്, ഹി ഓർ ഷീ ഓർ ഇറ്റ് ഈസ് ഫീൽ ലൈക്ക് ഐ എം സംതിങ് അല്ലെ. ഐ എം സംതിങ് ഫോർ സംവൺ.
അങ്ങനെ ഒരു ഫീല് വരും. ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ഒന്നുമല്ല എന്നുള്ള ആ ഒരു ഫീൽ അവരുടെ മനസ്സിൽ നിന്ന് പോകും. എന്നെയും നോക്കാൻ ആളുകളുണ്ട്, ആ ഒരു ഫീൽ. സോ ബീയിങ് ഹിംസെൽഫ്, ആ ഒരു സെൽഫ് റെസ്പെക്ട് തോന്നുവാണ്. അപ്പോ മറ്റേത് ഐ എം ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരാളെ നമ്മൾ വളരെ കെയർ ചെയ്യുമ്പോൾ, അയാളുടെ നല്ല സ്നേഹത്തോടെ 2 വാക്കുകൾ പറയുമ്പോൾ ഹി വിൽ ഫീൽ ലൈക്ക്, ഓ ഞാൻ ഗുഡ് ഫോർ നത്തിങ് അല്ല, ഞാൻ എന്തൊക്കെയോ ആണ്, അതുകൊണ്ടാണ് എന്നെ സ്നേഹിക്കാനും ആൾക്കാർ, ആ ഒരു ഫീല് വരുമല്ലോ. ഓക്കെ, അപ്പൊ അവർക്ക് അങ്ങനെ വരുമ്പോ അവരും കണ്ണാടിയാകും, അവര് റിഫ്ലക്ട് ചെയ്യും, അവർക്ക് കിട്ടിയ സ്നേഹം അവർ തിരിച്ച് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ലവ് അതേഴ്സ് ഇൻ ദ സെയിം വേ. അതാണ് അവിടെ പറയുന്നത്. ഞാനൊന്ന് കണ്ണാടിയുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തതേ ഉള്ളൂ. നമ്മുടെ ഒരു തീമായിരുന്നു പ്രകാശം പരത്തുന്ന വ്യക്തി എന്നൊരു ക്ലാസ് ഒക്കെ എടുക്കുന്ന ഒരു തീമായിരുന്നു. അതില് നമുക്ക് പ്രകാശം പരത്തുന്നത് ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരുണ്ടെന്നുള്ളത് ആദ്യം പറയും. അതായത് പ്രകാശം പരത്തുന്നവരുണ്ടാവും, ഇരുട്ട് പരത്തുന്നവര്, അന്ധകാരം പരത്തുന്നവരുണ്ടാവും, ഒന്നും ചെയ്യാത്തവര്, ന്യൂട്രൽ ആയിട്ടുള്ളവര്. നമുക്കതിൽ ഏത് കാറ്റഗറി വേണമെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. പ്രകാശം പരത്താം, നെഗറ്റീവ് പരത്താം, ഇരുട്ട് പരത്താം, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല, പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് ഇല്ല, ഒരു ന്യൂട്രൽ, ആ രീതിയിലാവും. ഏതാവണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സോ പ്രകാശം പരത്തണം എന്നുള്ളതാണ് നമ്മൾ ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഹൗ വി ക്യാൻ സ്പ്രെഡ് ദിസ് ലൈറ്റ്, നമുക്ക് എങ്ങനെ ഈ പ്രകാശം പരത്താം. അതിലെ 2 സെഷൻ ആയിരുന്നു. ഇതുപോലെ സ്വയം എരിഞ്ഞു തീരുന്നവർ, ജസ്റ്റ് ലൈക്ക് എക്സാമ്പിൾ മദർ തെരേസ ആൻഡ് ത്യാഗം, അവരെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, അവർക്കൊന്നും വേണ്ട. എവറിത്തിങ് ദേ ആർ ഡൂയിങ് ഫോർ അതേഴ്സ്, ദേ ആർ നോട്ട് ഡിമാൻഡിങ് എനിത്തിങ് ഫോർ ദം, ആ ഒരു രീതിയിൽ. അത് മദർ തെരേസ ഒരു ലെവലൊക്കെ തന്നിച്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ കണ്ണാടി ആവുമ്പോൾ ദാറ്റ് മീൻസ് വി വിൽ ഓൾസോ ഗെറ്റ് സംതിങ് വെൻ വി ഗീവ് സംതിങ്, ആ ഒരു രീതിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഫ്രീഡം ഫ്രം ഡേഞ്ചർ ആൻഡ് ഓക്കെ, അത് മാത്രം വായിച്ചാൽ മതി. ഫ്രീഡം ഫ്രം ഡേഞ്ചർ 11th വൺ. ഒന്ന് പറഞ്ഞോട്ടെ, നമ്മൾ ഫ്രീഡം കൊടുക്കുന്നു, കുഞ്ഞു കുട്ടികളാണ്, അവർക്ക് ആ ഏരിയയിൽ ഫ്രീഡം കൊടുക്കുന്നു, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അവിടെ, ഇഷ്ടംപോലെ മെറ്റീരിയൽസ് ഉണ്ട്, പല പല മെറ്റീരിയൽസ്, ഗ്ലാസിന്റെ ഉണ്ടാകും, വുഡൻ പീസസ് ഉണ്ടാകും, അല്ലെ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, സൂചി നൂലൊക്കെ ഉണ്ടാവും. ദർ ഇസ് എ ചാൻസ് ഓഫ് ഡേഞ്ചർ തിങ് ടു ഹാപ്പൻ, അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാം, ഗ്ലാസ് കയ്യിൽ നിന്ന് വീട് താഴെ പൊട്ടാം, അപ്പൊ അങ്ങനെയുള്ളത്. ഫ്രീഡം ഫ്രം ഡേഞ്ചർ, ഹൗ വി ക്യാൻ ഡു ദാറ്റ്, അതാണ് നെക്സ്റ്റ് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ വീട്ടിൽ അങ്ങനെയാ, ഗ്ലാസിന്റെ പാത്രങ്ങൾ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും, കത്തിയെടുക്കാൻ സമ്മതിക്കില്ല, ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്യണാണിപ്പോ അവർ ഓടി വരും, ഞാനും ചെയ്യാം പറഞ്ഞിട്ട്, നമ്മളിപ്പോ കൈ മുറിയെന്ന് വിചാരിച്ച് നമ്മളത് സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ. സോ ഹൗ വി ക്യാൻ manage these things. Okay, അതാണ് നെക്സ്റ്റ് വരുന്നത്, ഫ്രീഡം ഫ്രം ഡേഞ്ചർ. സോ പ്ലീസ് വൺ മോർ തിങ് ഒരു ആഡ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഫസ്റ്റ് 1 to 3 ബാച്ചസിന്റെ മെയിൻ എക്സാം ആണ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ വൈവ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുക. സോ പ്ലീസ് മേക്ക് ടൈം യുവർ ആൻഡ് ഡു ഓൾ ദ പെൻഡിങ് വർക്ക്സ്. ഓക്കെ, എല്ലാ പെൻഡിങ് വർക്ക്സും നിങ്ങൾ കുറേശ്ശെയായിട്ട് ചെയ്യുക. ഒരു ദിവസം 30 minutes നിങ്ങൾ വെച്ചാൽ മതി. അല്ലെങ്കിൽ വൈവ സമയത്ത് വന്നിരിക്കുമ്പോൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ തന്നെ ചെയ്ത കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ പ്രാക്ടിക്കൽ സെഷൻ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഡിപ്ലോമ സെഷൻസ് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തതിനെ റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വൈവയിൽ ചോദിക്കുള്ളൂ. അപ്പൊ എന്താ സംഭവിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും അറിയണില്ല പറയാൻ. കാരണം നമ്മൾ തന്നെ ചെയ്തു, നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എങ്ങനെയൊക്കെ ചോദിച്ചാലും നിങ്ങൾക്ക് അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. അഥവാ നമ്മളത് ചെയ്തിട്ടില്ല, നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ആൻസർ. ഞാൻ ഒന്നും കാണിക്കാനൊന്നും പറഞ്ഞിട്ടില്ല, ആകെ ടീച്ചിങ് മെറ്റീരിയൽ മാത്രം ജസ്റ്റ് ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുക. റെക്കോർഡ് ഒന്നും കാണിക്കാൻ പറഞ്ഞിട്ടില്ല. ബട്ട് ഞാൻ അതിൽ നിന്നും ചില കാര്യങ്ങൾ റാൻഡം ആയിട്ട് ചോദിക്കുമ്പോൾ പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും റെക്കോർഡ് എഴുതിയിട്ടുണ്ടോ, തന്നെത്താനെയാണോ എഴുതിയിരിക്കുന്നത് മനസ്സിലാവും. അതിനനുസരിച്ചാണ് ഞാൻ അവരെ വാല്യൂ ചെയ്തത്. സോ പ്ലീസ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഓൾ ദീസ് വർക്ക്സ് ആർ ഫോർ യു പീപ്പിൾ, നോട്ട് ഫോർ അസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വർക്ക് എല്ലാം തരുന്നത്. കാരണം പലരും ഇന്റർവ്യൂവിന് പോയപ്പോ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് നെറ്റ് ചോദിച്ചവര് നമ്മുടെ വർക്കുകൾ കണ്ടിട്ട് കുട്ടികളെ എടുത്തിട്ടുണ്ട്. 10-15 പേര് വന്നതിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിൽ ക്ലാസ് എടുത്തവരിൽ ഉണ്ടായിരുന്നിട്ട് പോലും നമ്മളുടെ ഒരു കുട്ടിയെ ആ ഒരു വേക്കൻസിക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്. ബട്ട് ഷീ വർക്ക്ഡ് ഔട്ട് വെരി വെൽ. എന്ന് വെച്ചാൽ എല്ലാ മെറ്റീരിയൽസും അതുപോലെയാണ് ആ കുട്ടി പ്രിപ്പയർ ചെയ്തിരുന്നത്.
ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. ആരെന്തെങ്ങനെ ചോദിച്ചാലും പറയാനൊക്കെ ഉള്ള രീതിയിൽ. നമുക്ക് അവിടെ നിന്ന് മാർക്കൊന്നും കുറയ്ക്കാനൊന്നുമില്ല. ഫുൾ മാർക്ക് ലിസ്റ്റിൽ ഫുൾ മാർക്ക് കണ്ട എന്ത് തോന്നുന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ ഓർത്തു അവര് ചെയ്തതല്ലേ, ചെയ്തതിനുള്ള അവരെടുത്ത എഫേർട്ട്, ഹാർഡ് വർക്കിനുള്ള ആ ഒരു റെസ്പെക്ട് ഞാൻ കൊടുക്കണം, അതിന് വാല്യൂ ചെയ്യണം, അതിന് വേണ്ടുന്നത് എന്താണ് മാർക്ക് എന്താന്ന് വെച്ചാൽ അത് കൊടുക്കണം. സോ കീപ് ഇൻ മൈൻഡ് ദാറ്റ് വട്ട് എവർ വി ആർ ഗിവിംഗ് ടു യു ഫോർ ഡൂയിങ് ഓൾ ദീസ് ആക്ടിവിറ്റീസ്, ഇറ്റ്സ് ഫോർ യു ഓൺലി, എനിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലാണ്ട് നമ്മൾക്ക് അതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ഗ്രോത്ത് ആണ്, നിങ്ങളുടെ വളർച്ച. അതാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ അതിന്റെ ക്രെഡിറ്റ് ഞാൻ എടുക്കും, അല്പം കുറച്ചിട്ടോ ബാക്കി എടുക്കും. സോ നെക്സ്റ്റ്, ഫ്രീഡം ഫ്രം ഡേഞ്ചർ. Freedom from danger. The child ആരാ has റെഡി the ആയിട്ടുള്ള right to വായിച്ചോ? grow. മിസ്റ്റർ ഞാൻ വായിക്കാം. പ്ലീസ്. ഫ്രീഡം ഫ്രം കേൾക്കല്ലേ? നല്ല പോലെ കേൾക്കാം. വായിക്കാൻ വേണ്ടിട്ട് കേൾക്കാം. അപ്പൊ എന്നോട് ഓരോന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീണ്ടും അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ പ്ലീസ്. Okay, ഞാൻ വായിക്കാം. Freedom from danger. The child has the right to grow in danger. Safety has been strengthened through activities of practical life. Children are imparted knowledge through systematic training in practical life skills, such as to deal with objects in the correct way, which could be probably dangerous. The teacher must be needful to watch for guard against any emotional or spiritual damage that threaten the child. ഓക്കെ, ഫ്രീഡം ഫ്രം ഡേഞ്ചർ. ശരിക്കും കുട്ടികളെ കംഫർട്ട് സോണിൽ മാത്രമായിട്ട് വളർത്തുന്നത് ഇറ്റ്സ് നോട്ട് റൈറ്റ് വേ. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓരോ ഏജ് കഴിയുമ്പോൾ അവർ പുതിയ പുതിയ സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്, അല്ലെ? അവരുടെ സറൗണ്ടിങ്സ് മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും അവർ കംഫർട്ട് സോണിൽ ആവണമെന്നില്ല. നമ്മൾ പറഞ്ഞു അഡാപ്റ്റേഷൻ എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു, അതായത് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഒരു ഹ്യൂമൻ ടെൻഡൻസി ആണത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. അത് കൊച്ചിലേ മുതൽ അവർ ശീലിക്കുമ്പോൾ ഏതൊരു സാഹചര്യങ്ങളും ചെല്ലുമ്പോൾ അവർ ആ സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റഡ് ആകും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെൻഡൻസിയാണ്. നിങ്ങൾക്ക് ഒരു ലെസൺ വരുന്നുണ്ട്, ഹ്യൂമൻ ടെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ, എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലെ ഒരു എടുത്തോ? എടുത്തു മാം. അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത് വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു അടിമയെ പോലെ അനുസരിക്കുക എന്നുള്ളതല്ല. നമുക്ക് ഇഷ്ടമല്ലാതെ കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെ ഒരു കാര്യമേ അല്ല. അഡാപ്റ്റേഷൻ മീൻസ് നമ്മള് വിത്ത് ലൈക്ക്, ഇഷ്ടത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതാണ് അതിന്റെ കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേർഡിന്റെ. നമ്മുടെ വിത്ത് ലൈക്ക്, നമ്മുടെ ഇഷ്ടത്തോടു കൂടി നമ്മൾ സാഹചര്യമായി പൊരുത്തപ്പെട്ടു പോകുന്നു. ഒരു റിലീജിയസ് ബിലീഫിൽ എനിക്ക് തോന്നുന്നു മാരേജ് സമയത്ത് പൊരുത്തപ്പെടുക എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യുന്നതായിട്ട് ക്രിസ്ത്യൻ ബിലീഫിലാന്ന് തോന്നുന്നു. അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയില്ലേ, ഇങ്ങനെ പൊരുത്തപ്പെട്ടു പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ വരുന്നുണ്ട്. ഐ എം വെരി സോറി, റൈറ്റ് സ്റ്റേറ്റ്മെന്റ് എനിക്കറിയില്ല. പക്ഷെ പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ പരസ്പരം ഇഷ്ടത്തോടു കൂടി അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാണ്ട് ഒരാള് മാത്രം തന്നു കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല, മ്യൂച്വൽ ആയിട്ട്. സോ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അത് ചെറിയ പ്രായത്തിൽ തന്നെ അവര് ശീലിക്കുമ്പോൾ അവർ ഓരോരോ സ്റ്റേജസ്, ചിലപ്പോൾ +2 കഴിയുമ്പോഴേക്കും വേറെ എവിടെയെങ്കിലും ആയിരിക്കും ഹയർ സ്റ്റഡീസിൽ പോകുന്നത്. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻസുമായിട്ട് ചിലപ്പോൾ ഫുഡ് ഹാബിറ്റ്സ് വേറെ ആയിരിക്കാം, അല്ലെ? ആ ഒരു ഫുഡ് ഹാബിറ്റ്സിന്റെ ഒരു വ്യത്യാസം വരും, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിന്റെ ഡിഫറൻസ് വരും, അവിടുത്തെ ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കും. അപ്പൊ എല്ലാ രീതിയിലും ആ ഒരു എൻവയോൺമെന്റിലെ ചേഞ്ചസ് വരുവാണെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകണല്ലോ. സോ ദാറ്റ്സ്. പിന്നെ ആളുകൾ ഫ്ലൈറ്റിൽ വളരെ ദൂരെയൊക്കെ യാത്ര ചെയ്ത് ഒക്കെ വരുമ്പോഴേക്കും ചിലപ്പോ ആ ഒരു ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാറുണ്ടല്ലോ. അവർക്ക് രാത്രി പകല് അവരുടെ ബോഡി ഫങ്ഷൻസ്, മെറ്റബോളിസം എല്ലാം ചേഞ്ച് ആവുന്നു. കുറച്ച് സമയം എടുക്കും അല്ലെ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. സോ എവറിത്തിങ് ഈസ് ദെയർ.
നമ്മള് പല പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കേണ്ടതായിട്ട് വരും. അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു. ലൈക്ക് ഈ ക്ലാസ്സിലാണോ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. കല്യാണം കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരു നല്ലൊരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഒരു റീജിയനിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ സോ വി ഹാവ് ടു അഡാപ്റ്റ്. പല സാഹചര്യങ്ങളുമായിട്ട് നമുക്ക് ഒരു പക്ഷെ പൊരുത്തപ്പെട്ടു പോകേണ്ട വരും. ട്രഡീഷൻസ്, അവരുടെ ബിലീഫ്, ലൈക്ക് ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ ആ ഒരു രീതി, അങ്ങനെയൊക്കെ പല രീതിയുമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകേണ്ടതായിട്ട് വരും. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ റെഡി അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു സർവൈവ്. അതാണ്. സോ ഫ്രീഡം ഫ്രം ഡേഞ്ചർ. അപ്പൊ അവരെ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ മാത്രം ഇങ്ങനെ പാമ്പർ ചെയ്ത് വരുത്താതെ എവറിത്തിങ് ദേ ഹാവ് ടു ഫേസ്. ആ ഒരു രീതിയിൽ ചെളി അല്ലെങ്കിൽ മഴ, വെള്ളം, എല്ലാം, മണ്ണിലേക്ക് ഇറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങൾ, പല പല കാര്യങ്ങൾ ചെയ്യാം. പിന്നെ വീട്ടില് പാത്രങ്ങൾ കഴിക്കുക, ഗ്ലാസ് പാത്രങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ എടുക്കണം. വൺസ് വി ഷോ ദം ദേ വിൽ ഫോളോ അസ്. അത് താഴെ വീണ പൊട്ടും എന്നുള്ളൊരു ഐഡിയ അവർക്ക് ഉണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി അവരത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ശ്രദ്ധിക്കും. അവരുടെ കോൺസെൻട്രേഷൻ നമ്മുടെ പോലെയല്ല, വളരെ ഷാർപ്പാണ്. നമ്മൾ വിചാരിക്കും ഇപ്പൊ താഴെ വീഴും, ഇപ്പൊ പൊട്ടും, ഇപ്പൊ അവർ വീഴും. അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആണെങ്കിൽ അവർക്ക് ബോഡി ബാലൻസ്, കോർഡിനേഷൻ നല്ലപോലെ കിട്ടും. അവർ ആ പാത്രം, ഗ്ലാസ് പ്ലേറ്റ് ആണെങ്കിൽ അതെടുത്ത് നല്ല രീതിയിൽ തന്നെ അവര് ബാലൻസ് ചെയ്ത് അതെവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കും. അത് കഴുകണോ അവരത് കഴുകും. അത് തന്നെ ചെയ്യും. അപ്പൊ അവർക്ക് അങ്ങനെ പ്രാക്ടിക്കൽ ലൈഫ് സ്കിൽസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴുള്ള പുതിയ ഇനി വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾക്ക് ഓൾറെഡി നശിച്ചു പോയിരിക്കുന്ന ആ ഒരു തലമുറ പോലെ ആക്കാതിരിക്കാൻ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. പ്രാക്ടിക്കൽ ലൈഫ്, അത് എല്ലാ ഒബ്ജക്ട്സും കറക്റ്റ് വേയില്, ഇപ്പൊ പറഞ്ഞ ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് ടംബ്ലർ എന്തിനേലും കത്തി കൊണ്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം, അതൊക്കെ കറക്റ്റ് വേയില് പറഞ്ഞു കൊടുത്ത ദേ വിൽ ഡു. ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇത് കൈമുറിയാറില്ലേ. ഇവർക്ക് വേറൊന്നും ചിന്തിക്കാനില്ല, അവർ ഭയങ്കര കോൺസെൻട്രേഷനോട് കൂടി അവർ ചെയ്യുന്ന വർക്കിലായിരിക്കും അവരുടെ ശ്രദ്ധ. സോ നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അപകടം പോലെ ഒന്നും ഒരിക്കലും അവരുടെ ഉണ്ടാവില്ല. ഈ തിങ്കിങ് ലൈക്ക് ഇറ്റ് വിൽ ഡാമേജ് ദം ഓർ ഇറ്റ് വിൽ ഹാം ദം, അങ്ങനെയൊക്കെ നമ്മുടെ രീതിയിൽ നമ്മൾ വിചാരിക്കും. സോ അതെല്ലാമായിട്ട് അവര് ഫേസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പക്ഷെ എന്താ, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ കൊടുത്തിട്ടിട്ട് അങ്ങ് പോവല്ല ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കണം. വി ഹൗ ടു വാച്ച്. ഒരു ഗാർഡ് പോലെ തന്നെ നമ്മൾ അവരെ വാച്ച് ചെയ്യണം. അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം, ലൈക്ക് ഒരു എന്തെങ്കിലും ഒരു ഇമോഷൻ, ഒരു വിഷമോ എന്തെങ്കിലും ആ ഒരു രീതിയിൽ വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, പിന്നെ ഔട്ട്സൈഡിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുട്ടിയെ പേടിപ്പിക്കുന്ന രീതിയിലുണ്ടോ, അങ്ങനെ ഡാമേജ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ളതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. നെക്സ്റ്റ്, ഫ്രീഡം ഫ്രം കോമ്പറ്റീഷൻ. ഞാൻ വായിക്കാം മാം. Freedom from competition. In order not to interfere with the child's free selection of activity, there are no artificially persuaded competitions, reward or punishments in Montessori classrooms. Such prizes and punishments are the instrument of slavery for in the spirit. The praise and the punishment are incentives towards unnatural or forced effort, and therefore we certainly cannot speak of the natural development of the child in connection with them. The children's achievements are never assessed from an adult's point of view and categorized by marks, points, and stars. The inner motivation of the child persuades him to work to the best of his ability, and the satisfaction of having done so is rewards enough. കുട്ടികൾ അവരുടെ ആക്ടിവിറ്റി എല്ലാം ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, അങ്ങനെയാണ് എടുക്കുന്നത്. അതില് നമ്മൾ ഇന്റർഫിയർ ചെയ്യരുതെന്നാണ്. ബട്ട് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റിവാർഡോ പണിഷ്മെന്റോ ഒന്നും മോണ്ടിസോറി ക്ലാസ് റൂമിൽ കൊടുക്കുന്നില്ല. അവര് അത് തെറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർക്ക് ഇമ്പോസിഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവർ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു ഗിഫ്റ്റ് കൊടുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങൾ മോണ്ടിസോറി ക്ലാസ് റൂമുകളിലില്ല.
അങ്ങനെയുള്ളതെല്ലാം അവർക്ക് അവരെ ആ ഒരു ഡെവലപ്മെന്റിനെ ഒന്ന് സ്ലോ ആക്കും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കും കുട്ടികൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണ്ടേ എന്നൊരു തോന്നൽ നമുക്ക് വരും. നമുക്ക് പലപ്പോഴും ഇതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നും മോണ്ടിസോറി പറയുന്ന പല കാര്യങ്ങളും. സോ നമുക്ക് വേണമെങ്കിൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണെങ്കിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം, ബട്ട് ഓൾവേസ് തിങ്ക് ദാറ്റ്, ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് വോണ്ട് ഹാം ദ ഫീലിങ്സ് ഓഫ് അതർ കിഡ്സ്. ബാക്കി കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ഒരാളെ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികളെ അത് വേദനിപ്പിക്കുന്ന രീതിയിൽ ആകരുത്. ബട്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വലിയ ക്ലാസ്സുകളിലൊക്കെ ആയി 10th നല്ല മാർക്ക് വാങ്ങി പാസ്സായി നമ്മളുടെ ആ ഒരു ഏരിയയിലെ ഏറ്റവും കൂടുതൽ മാർക്കുള്ള കുട്ടിയെ അനുമോദിക്കുന്നു, അതൊക്കെ ഡിഫറെന്റ്, അതൊക്കെ വേറെ രീതിയല്ലേ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്സെപ്റ്റബിൾ. അതേസമയം ഒരു ക്ലാസ് റൂമിൽ ചെറിയൊരു ഗ്രൂപ്പിൽ ഒരു കൊച്ചു കുഞ്ഞിനെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ളവരോട് കണ്ടോ ഇത് കണ്ടുപിടിക്കുക, ദാറ്റ് ടൈപ്പ് ഓഫ് കമന്റ്സ് അതൊന്നും ശരിയല്ലല്ലോ. സോ ആ രീതിയിലുള്ള റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ആവശ്യമില്ല എന്നാണ് മോണ്ടിസോറി പറയുന്നത്. കുട്ടിക്ക് പിന്നെ ആ ഒരു ഇത് കിട്ടണം എന്നുള്ള ആ ഒരു രീതിയിൽ ആയിട്ട് മൈൻഡ് മാറും. അതൊരു അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെടുക്കുന്ന എഫേർട്ട് ഭയങ്കരമായിട്ട് അൺനാച്ചുറൽ ആയി മാറും. ആ ഒരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയാ, ആ ഒരു ഫോഴ്സ്ഡ് എഫേർട്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ അത് ചെയ്യും. കിട്ടിയില്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൂഡായി പോകും. അപ്പൊ അതിനേക്കാളും നല്ലത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നത് തന്നെയാണ് അവന് കിട്ടുന്ന ഒരു റിവാർഡ്. ഹി വിൽ ബി ലൈക്ക് ഭയങ്കര ഹാപ്പി ആവുമല്ലോ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ദാറ്റ് ഇസ് ദ റിവാർഡ് ഫോർ ദം. കുട്ടിയുടെ നാച്ചുറൽ ഡെവലപ്മെന്റിന് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തടസ്സമാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, അവർ എത്ര പ്രായമായാലും അവർക്ക് പല പല റിവാർഡ്സ് കിട്ടിയാലും ദേവർ ലൈക്ക് അവരെ അത് ബാധിക്കുന്നില്ല, ആ രീതിയിൽ അവർ വളർന്നു കഴിഞ്ഞു. അതുപോലെയാണ് മറിയ മോണ്ടിസോറി വിചാരിക്കുന്നത്. ചില ആളുകൾക്ക് പക്ഷെ എപ്പോഴും കിട്ടണം ആ ഒരു രീതി. ദാറ്റ് മീൻസ് അവരുടെ ആ ഒരു ഇന്നർ സെൽഫ് അതിനു വേണ്ടി ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രസീവ് മൂഡിലേക്ക് പോകും. എത്രയോ ഫിലിം സ്റ്റാർസ് യങ്ങർ ഏജിൽ തന്നെ സൂയിസൈഡ് ചെയ്തത് നമ്മൾ കേട്ടിട്ടില്ലേ. അവർക്ക് ഫിലിമിലേക്കൊന്നും വിളിക്കുന്നില്ല, ചാൻസസ് കുറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ എന്നുള്ള ഓവർ എക്സ്പെക്ടേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഒരു ഡിപ്രസീവ് മൂഡായി തീരും. അപ്പൊ മേ ബി മോണ്ടിസോറി ഉദ്ദേശിച്ചത് അത് തന്നെയായിരിക്കും. അച്ചീവ്മെന്റ് ആണ്. യെസ് പ്ലീസ്. ഇത് പറഞ്ഞപ്പോ ഓർമ്മ വന്ന ഒരു റീൽസ് കണ്ടതന്നെ. ഒരു അധ്യാപകൻ ഇതുപോലെ ക്ലാസ്സില് കുട്ടികളുടെ എക്സാം പേപ്പർ നോക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ സാർ ഇങ്ങനെ പറയുന്നുണ്ട്, ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് ആരാണെന്ന് കാണിക്കാം. അപ്പൊ സാറിന്റെ കയ്യിലൊരു മിറർ ഉണ്ട്. സാർ എല്ലാ കുട്ടികളെയും വിളിച്ച് അതിനകത്ത് ഇങ്ങനെ നോക്കാൻ പറയുന്നുണ്ട്. മിററിൽ ആ കുട്ടി കാണുന്നത് ആ കുട്ടിയുടെ ഫേസ് തന്നെയാണ്. അപ്പൊ ആ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഹാപ്പി ആയിരുന്നു. മിസ് പറഞ്ഞപ്പോ പെട്ടെന്ന് അത് ഓർമ്മ വന്നു, ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. വെരി ഗുഡ് മെസ്സേജ് അല്ലേ. നല്ലൊരു അധ്യാപകൻ എന്ന് പറയുന്നതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ചിലർ ഭയങ്കരമായിട്ട് ഈവൻ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. മാർക്ക് കുറഞ്ഞ കുട്ടികളെ മറ്റുള്ള കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. ചില ടീച്ചേഴ്സ് പക്ഷെ അങ്ങനെയില്ല, അവരങ്ങനെ പേപ്പർ കൊടുത്തു പോകും, കമന്റ്സ് ഒന്നും അങ്ങനെയില്ല. പക്ഷെ ചിലര് ഭയങ്കരമായിട്ട് മറ്റ് ഈവൻ എന്നെയൊക്കെ സംബന്ധിച്ച് ഞാനൊക്കെ ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് മാർക്കിന്റെ ആ ഒരു പ്രശ്നം വരില്ല. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സിനെ അങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുമായിരുന്നു. അതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കത് ശരിക്കും ആ റീല് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി. അത് ഈ ഒരു ജനറേഷനിലുള്ള ഒരു അധ്യാപകനാണെന്നുള്ള, വളരെ യങ് ആയിട്ടുള്ള ഒരു അധ്യാപകനാണെന്നുകൊണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പിയാണത്. ഈ ഒരു ജനറേഷനിൽ അത് കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. കണ്ണാടി ഉണ്ടോ റിഫ്ലക്ഷൻ, അതൊക്കെ അതിന്റെ ഒരു ഓരോ തീമുമായിട്ട് കണക്ട് ചെയ്യാം. വെരി ഗുഡ്, നൈസ് മെസ്സേജ്. ഓക്കെ, ഇവരുടെ അച്ചീവ്മെന്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ റിവാർഡ് എന്ന് പറയുന്നത് തന്നെ. ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ. നമുക്ക് എന്തും കാശ് കൊടുത്താൽ കിട്ടാത്തൊരു സംഭവമായിരിക്കും ഈ കുട്ടികൾ ഇത് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. എത്ര രൂപ കൊടുത്താലും നമുക്ക് അങ്ങനെയൊന്നും വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പൊ റിവാർഡിനേക്കാളൊക്കെ മോർ ദാൻ ഇനഫ് ആണ് ആ ഒരു അച്ചീവ്മെന്റിൽ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. അവന്റെ എബിലിറ്റി, ബെസ്റ്റ് ഓഫ് ഹിസ് എബിലിറ്റി, അതിലൂടെ കിട്ടുന്ന അച്ചീവ്മെന്റ്, അങ്ങനെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. പെർസ്യൂഡ് എന്ന് പറയുന്നത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാട്ടോ. ഏതെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ എടുക്കുക, ലൈക്ക് നമ്മളതിനെ സ്വീകരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ. ഓ അല്ല, എ ആണ്. എ ആയിട്ടൊന്ന് കറക്റ്റ് ചെയ്യുക.
നെക്സ്റ്റ് ഫ്രീഡം ഫ്രം പ്രഷർ. ടൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ലൈക്ക് ഒന്നും ഫോഴ്സ്ഫുള്ളി നമ്മൾ ജയിക്കരുത് എന്നുള്ളൊരു കാര്യം. സോ അതാരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്സേ. Freedom from pressure. He is permitted to grow at his own rate and development. He does not require to match up to hopes of others. Through the freedom given in a Montessori environment, the child has an unequal opportunity to reflect upon his own actions, to determine their after effect both for himself and for others, to test himself against the limits of reality, to learn what gives him a sense of accomplishment and what leaves him empty and dissatisfied, and to find out both his capabilities and his defects. The opportunity to develop self എന്തുപറ്റി? കേൾക്കുന്നില്ലല്ലോ, കണക്ഷൻ പോയോ? ഓക്കെ, നോ പ്രോബ്ലം. സോ ഫ്രീഡം ഫ്രം പ്രഷർ അല്ലെ, നമ്മളും ഇത് ഇങ്ങനെയുള്ള ചിലപ്പോ കടന്നു പോയിട്ടുണ്ടാകാം ആരെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് പാരന്റ്സിന്റെ പ്രഷർ, ടീച്ചേഴ്സിന്റെ പ്രഷർ അല്ലെ. നമ്മുടെ കുട്ടികളും ചിലപ്പോ ഈവൻ തോ നമ്മൾ പ്രഷറൈസ് ചെയ്തില്ലെങ്കിലും അവർക്ക് പല രീതിയിലുള്ള പ്രഷർ ഔട്ട്സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും. ട്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിൽ നിന്നുള്ള പ്രഷർ, സ്കൂളിൽ നിന്നുള്ള പ്രഷർ, A+ലേക്ക് എത്തിക്കുക. ചില സ്കൂളുകാരുടെ ഒരു ഉദ്ദേശം അതാണ്, കുട്ടികളെ ഭയങ്കരമായിട്ട് പ്രഷറൈസ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഓരോ കുട്ടിയെയും അവൻ്റെതായ റേറ്റ്, അതായത് അവന്റെ സ്പീഡിൽ വളരാനായിട്ട് നമ്മൾ അലോ ചെയ്യാം. അങ്ങനെ ആകുമ്പോഴാണ് ഡെവലപ്മെന്റ് കറക്റ്റ് ആയിട്ട് എത്തുള്ളൂ. അത് വേറൊരാളുടെ ആഗ്രഹത്തിനൊത്ത് ഉയരുക എന്നുള്ളതല്ല. എന്താണോ അവന്റെ കേപ്പബിലിറ്റി, അവന്റെ കപ്പാസിറ്റി, അതിനനുസരിച്ച് അവൻ വളരട്ടെ എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഫ്രീഡം മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്കൊരു അൺഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. അവന്റെ തന്നെ ആക്ഷൻസ്, ആ ആക്ഷൻസ് എന്താണോ അവന്റെ കേപ്പബിലിറ്റി അതിനനുസരിച്ച് അവൻ വളരാനായിട്ട് തുടങ്ങും. അവന്റെ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും. അത് അവന് മാത്രമല്ല മറ്റുള്ളവർക്കും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും, എഫക്റ്റ് ഉണ്ടാവും. ലിമിറ്റ്സ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അവനിലൊരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്. കാരണം ഇവൻ തന്നെ ചെയ്യുന്നു, വേറെ ആരും ഇവന് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. തന്നെ താനെ ചെയ്യുമ്പോൾ ഹി വിൽ ഫീൽ ലൈക്ക് ഞാൻ എന്തോ ചെയ്തു, ഞാൻ എന്തോ അച്ചീവ് ചെയ്തു. ആ ഒരു രീതിയിൽ അവൻ വരും. അപ്പൊ അവൻ അങ്ങനെ ആകുമ്പോൾ അവൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അതേസമയം പ്രഷറൈസ് ചെയ്യുമ്പോഴേക്കും ആരുടെയൊക്കെയോ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അവൻ വേണ്ടാന്ന് വെച്ചിട്ട് ചെയ്യുന്ന പോലെ, അവന് ആഗ്രഹം തോന്നി ചെയ്യുന്നതല്ലാത്ത രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ പോകും. അപ്പൊ അവിടെ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ, അവനൊന്നും അച്ചീവ് ചെയ്തതായിട്ട് ഫീൽ ചെയ്യില്ല. അവന് പറ്റില്ല, അവന്റെ കപ്പാസിറ്റി എന്താന്ന് അവന് സ്വയം തിരിച്ചറിയാനും പറ്റില്ല. അവന്റെ ഡിഫക്റ്റ് എന്താണെന്നുള്ളത്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ എന്താണ്, കുട്ടി ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ പുറത്തേക്ക് വരികയാണ്. ആ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ആ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അവനത് മനസ്സിലാകും, അവൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് കറക്റ്റ് ആകുമ്പോൾ അവന് സ്വയം മനസ്സിലാകും എന്തായിരുന്നു അതിലെ ഡിഫക്റ്റ് എന്ന്. അതേസമയം വേറൊരാൾ പ്രഷറൈസ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴേക്കും ഇവൻ അവന്റെ ഡിഫക്റ്റ് മനസ്സിലാവില്ല, അവന്റെ കഴിവ് എന്താന്നുള്ളതും അവൻ തിരിച്ചറിയില്ല. സെൽഫ് നോളജ്, ഇവിടെ ഓട്ടോ എഡ്യൂക്കേഷൻ ആണല്ലോ മോണ്ടിസോറി ക്ലാസ് റൂമിൽ. അത് തന്നെത്താനെയാണ് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നടക്കണമെങ്കിൽ അത് അല്ലാതെയുള്ള ട്രഡീഷണൽ വേയിലോ അല്ലെങ്കിൽ ഇതേപോലെ ഫോഴ്സ്ഫുള്ളി കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുമ്പോൾ അവർക്ക് അത് കിട്ടുന്നില്ല. അവർ ആ ഫോഴ്സ് കാരണം അവരത് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ പല നോളജും അവർ അക്വയർ ചെയ്യാതെ പോകും. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീഡം ഫ്രം പ്രഷർ എന്നുള്ളതിൽ വന്നത്. അപ്പൊ ഇതായിരുന്നു പല രീതിയിൽ ഫ്രീഡം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അപ്പൊ ഫ്രീഡം ഓരോന്നും നമുക്ക് മനസ്സിലായി. അവിടെ റിവാർഡ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, കോമ്പറ്റീഷൻ എന്നുള്ള കാര്യമില്ല, പ്രഷറൈസ് ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല. പിന്നെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ചെയ്യാനുള്ള എല്ലാ ചോയ്സും ഉണ്ട്. അപ്പൊ അങ്ങനെ ഫ്രീഡം ഫ്രം ഡേഞ്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ട്രക്ചർ ആൻഡ് ഓർഡർ.
സ്ട്രക്ചർ ആൻഡ് ഓർഡർ ഒരു കുറച്ചധികം ഉണ്ട്. അപ്പോ ഫസ്റ്റ് 2 പാരഗ്രാഫ്സ് ആരെങ്കിലും വായിക്കാമോ? സ്ട്രക്ചർ ആൻഡ് ഓർഡറിന്റെ. ഞാനൊന്നുകൂടെ സ്ക്രോൾ ചെയ്ത് ഞാൻ വായിക്കാം മാം. ആ ക്ലിയർ ആണോ മാം? ഓഡിയോ ക്ലിയർ ആണ്. Okay. Structure and order. While structure and order seem counterintuitive to freedom earlier mentioned, nothing could be farther from the truth. Structure and order in the Montessori classroom exactly reflect the sense of structure and order in the universe. By using the Montessori classroom environment as a microscope of the universe, the child starts to internalize the order that surrounds him, thus making sense of the world in while he lives. Montessori stated that there is a sensitive period for order which happens between the ages of 1 and 3 years of age. This is when the child sets on drawing conclusions of the world around him. If there is no order to his environment, the child's sense of reason may be off because he will not be able to approve his findings. Through order, children learn to trust the environment and learn to interact with it in a positive way. Only in an accurate and determined environment can a child categorize his perception and thus from an inner conceptual framework with which to understand and connect with his world. Next paragraph. പിന്നെ വായിക്കാം. Okay. സ്ട്രക്ചർ ആൻഡ് ഓർഡർ കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ സെൽഫ് ജനറേറ്റഡ് ആണ്. കുട്ടികളിലൊക്കെ താനേ ഉണ്ടാകുന്നതാണ് കൗണ്ടർ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾക്ക് എഴുതി വെക്കുക. അതിന്റെ സിമ്പിൾ മീനിങ് ആണ് സെൽഫ് ജനറേറ്റഡ്, തന്നെ താനെ ജനറേറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് പല രീതിയിലുള്ള ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിലൂടെ എല്ലാം കുട്ടി മൗൾഡ് ചെയ്ത് പോകുമ്പോൾ അവനിൽ തന്നെ ജനറേറ്റ് ചെയ്ത് വരുന്നതാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രസ്സിങ് ആ ഒരു പ്രാക്ടിക്കൽ സ്കിൽ അവന് പ്രൊവൈഡ് ചെയ്യുന്നു. ബട്ടൺ തുറക്കാനും, ബട്ടൺ ഇടാനും, സിപ്പ് ഇടാനും, സിപ്പ് തുറക്കാനും. അപ്പൊ അത് അവൻ പ്രാക്ടീസ് ചെയ്ത് അത് അവന് തന്നെത്താനെയായിട്ട് വരുവാണ്. അപ്പൊ അത് ചെയ്യാനുള്ള ഫ്രീഡം അവന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത് അവൻ അതിൽ കേപ്പബിൾ ആകുവാണ്. അപ്പൊ അങ്ങനെ അവനിൽ ഒരു ഓർഡർ ആയിട്ട് ഫോം വരും. മോണ്ടിസോറി ക്ലാസ് റൂമിലെ സ്ട്രക്ചർ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് യൂണിവേഴ്സിലെ, അതായത് ശരിക്കും മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിയേച്ചർ വേർഷൻ ഓഫ് യൂണിവേഴ്സ് ആണ്. പുറത്തുള്ള ലോകം എന്താണോ അതിന്റെ ഒരു മിനിയേച്ചർ മൈക്രോ കോസം എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത് ഒരു മൈക്രോ കോസമാണ്. മൈക്രോ കോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ മോഡൽ ഓഫ് സംതിങ്, മൈക്രോ കോസം ഓഫ് ദ യൂണിവേഴ്സ്. അതായത് യൂണിവേഴ്സിന്റെ, നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ വേർഷനാണ് ആ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിലുള്ളത്. അപ്പൊ കുട്ടികളെല്ലാം കാണുന്നു സറൗണ്ടിങ്സിലുള്ളത്. ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ നിന്ന് അവർ പുറം ലോകത്തേക്ക് പോകുമ്പോൾ അവർക്ക് അപരിചിതത്വം ഇല്ല, അവർക്കെല്ലാം അറിയാം. ദേ നോ ഹൗ ടു ഡീൽ വിത്ത് ദ തിങ്സ്. ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവർക്ക് അവിടെ വാഷ് ഏരിയ ഉണ്ടാവും. അവർ പുറത്തൊരു റെസ്റ്റോറന്റിൽ പോയി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് ഭക്ഷണം കഴിക്കാൻ പോയി, ദേ നോ ഹൗ ടു യൂസ് ദ വാഷ് ഏരിയ. അവർക്ക് ആ വാഷ് ഏരിയ അവിടെ വലിയതായിട്ടായിരിക്കും കാണുന്നത്, പക്ഷെ അതിന്റെ ഒരു ചെറിയ വേർഷൻ അവർ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞു. സോ അവർക്ക് അതൊന്നും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ, ആ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണം, കാരണം അടുത്ത ആള് വരുമ്പോൾ അവർക്കത് നല്ലപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റണം. സോ ദേ നോ ദാറ്റ്. അതൊരു വലിയൊരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് വലിയ ടോയ്ലറ്റ് ആയിരിക്കാം, ബട്ട് അതിന്റെ മിനിയേച്ചർ അവൻ ഓൾറെഡി അവന്റെ ക്ലാസ് റൂമിൽ കണ്ടു കഴിഞ്ഞു. സോ അങ്ങനെയാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ. അപ്പൊ ഇതാണ്, അപ്പൊ അവന് ചുറ്റുമുള്ള ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം അവന് നല്ലപോലെ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു മിനിയേച്ചർ മൈക്രോകോസം, യൂണിവേഴ്സിന്റെ ഒരു മൈക്രോകോസമാണ് ആ എൻവയോൺമെന്റിലുള്ളത്. അങ്ങനെ കുട്ടികളിൽ ആ ഒരു സ്ട്രക്ചറും ഓർഡറും ഫോം ചെയ്യുന്നു. ഒരു 1 and 3 years ഓഫ് ഏജില് അതൊരു സെൻസിറ്റീവ് പീരീഡ് ആണ്. നിങ്ങൾ ആ ഒരു സെഷൻ നിങ്ങൾക്ക് എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല. ഇങ്ങനെ
കുട്ടികളുടെ ഒരു ഓർഡർ എന്ന് പറയുന്നത് മറിയ മോണ്ടിസോറി ബീച്ചിൽ വെച്ചൊരു കുട്ടിയെ കണ്ടതും ആ പോർഷൻ എടുത്തോ? ഇല്ല. അതിനി വരുന്നേ ഉള്ളൂ. അതൊരു സ്റ്റോറിയാണ്, അത് വരും. ആ ഒരു കുട്ടികളെ സംബന്ധിച്ച് വാട്ട് ഇസ് ദെയർ ഓർഡർ എന്നുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാകും. നമ്മള് വീട്ടിലെ കുറെ സാധനങ്ങളൊക്കെ ഒരു പർട്ടിക്കുലർ സ്പേസിൽ വെച്ചിട്ടുണ്ടാവും. പക്ഷെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് ആ ഓരോന്നും അതായിരിക്കില്ല. നമ്മൾ വെച്ച സ്ഥലത്ത് പോയി നോക്കുമ്പോൾ ഇത് കാണുന്നില്ല. അപ്പൊ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ഓടിപ്പോയി വേറെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് വരും. അവരുടെ മനസ്സിലെ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരിക്കേണ്ടത് വേറെ സ്ഥലത്താണ്. ആ ഒരു ഇത് ചിലപ്പോൾ ടിവിയുടെ റിമോട്ട്, വീടിന്റെ താക്കോല്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അന്വേഷിച്ചടക്കും. കുട്ടികളോട് ചോദിക്കുമ്പോൾ ഓടിപ്പോയി അവര് വെച്ചിരിക്കേണ്ടതിന് എടുത്തു. അവരെ സംബന്ധിച്ച് അതിരിക്കേണ്ട സ്ഥലം ചിലപ്പോൾ വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, കുഞ്ഞായിരിക്കുമ്പോൾ ഇവർ ഈ ഷൂ ഇടും, ലെഫ്റ്റും റൈറ്റും മാറിപ്പോകും. ഇവർക്ക് അത് മാറിപ്പോകുന്നല്ല, അവരുടെ ഓർഡർ അതാ. ലെഫ്റ്റിൽ ഇടേണ്ട സാധനം അവർ റൈറ്റിലിടുന്നു, റൈറ്റിലിടുന്നത് ലെഫ്റ്റിലിടുന്നു. അവർക്ക് അത് എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ. പിന്നെ അങ്ങനെ അവരുടെ ഓർഡറും നമ്മുടെ ഓർഡറും വേറെ ആയിരിക്കും. ബട്ട് അവരതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അവർ വലുതാകുമ്പോൾ അത് ശരിയാകും. അങ്ങനെ ചുറ്റും നടക്കുന്ന ചുറ്റുമുള്ള വേൾഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ കുട്ടികൾക്ക് പലതും, കാരണം അവർ അതിന്റെ ഒരു ചെറിയ വേർഷനിലാണ് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചുറ്റുമുള്ള വേൾഡിലെ ഫൈൻഡിങ്സുമായിട്ട് ചിലപ്പോൾ പലപ്പോഴും അവന് വല്ല കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും അവര് ട്രസ്റ്റ് ചെയ്യും. അവര് പ്രാക്ടീസ് ചെയ്യുന്ന എൻവയോൺമെന്റിനെ ട്രസ്റ്റ് ചെയ്യും. അവർ പലപ്പോഴും അത് പോസിറ്റീവ് വേയിൽ തന്നെ അവർ ഇന്ററാക്ട് ചെയ്യും. അഡൾട്ടാണ് എപ്പോഴും നെഗറ്റീവ് വേയിൽ എടുക്കുന്നത്. അവർ വാട്ട് എവർ ദേ ആർ ഗെറ്റിംഗ് ഫ്രം ദ എൻവയോൺമെന്റ് അതുമായിട്ട് പോസിറ്റീവ് വേയിൽ തന്നെ കുഞ്ഞുങ്ങൾ ഇന്ററാക്ട് ചെയ്യും. പിന്നെ കുട്ടി വളരുന്നതിനനുസരിച്ച് ഇത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. അവന്റെ പെർസെപ്ഷൻ വേറെ ആയിരിക്കും, അവന്റെ കാഴ്ചപ്പാട്, അവന്റെ വ്യൂസ് ഒക്കെ വേറെ ആയിരിക്കും കമ്പയർഡ് ടു അഡൽട്സ്. അപ്പൊ അങ്ങനെ ഒരു ഇതിലായിരിക്കും അവൻ മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. വലുതാകുന്നതിനനുസരിച്ച് അത് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റിംഗ് വേയിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. വായിക്കാൻ സമയമുണ്ടോ? വായിക്കാൻ സമയമുണ്ട്. വി ക്യാൻ എക്സ്പ്ലെയിൻ ഓൾസോ, പ്ലീസ്. ആരെങ്കിലും റീഡ് ചെയ്യാൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിക്കാം മാം. Through order, children are able to find materials of this selection. Their selection is further assisted in the environment by arranging material as per children the probability of a complete cycle activity when using the material. No part of the material should be missing. He should find all the piece for the exercise he selects. It is necessary to understand that in proceeding to develop freedom, it should be clearly established that only destructive act of the child should be limited. All the rest, every manifestation having useful scope, whatever it be and under whatever form it expresses itself, must not only be permitted but must be observed by the teacher. Okay. നമുക്കറിയാം കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽസ് എടുത്ത് അത് അവരുടെ സെലക്ഷൻ, അവരുടെ ചോയ്സ് ആണ് എടുത്തിട്ടാണ് അവർ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഇരുന്നിട്ട് ആ ഒരു മെറ്റീരിയൽ അറേഞ്ച് ചെയ്ത് അവർ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ അവരുടെ ആ വർക്ക് സൈക്കിള്, അവർ ചെയ്യുന്ന ആക്ടിവിറ്റി, ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മളിത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ ചിലപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്യും ആ ഒരു ദിവസം കൊണ്ട്, ചിലപ്പോൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും എറർ വരും, അവർ റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ ആ വർക്ക് സൈക്കിൾ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അങ്ങനെ ഏതൊരു ആക്ടിവിറ്റി ചെയ്താലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയും ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്. മെറ്റീരിയൽസ് ഒന്നും മിസ്ഡ് ഔട്ട് ആയി പോരുത്. ഓൾ ദ പീസസ് ആ എക്സസൈസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറേ പീസസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഒരു വർക്കിനുള്ളത്. അപ്പൊ അതെല്ലാം എങ്ങനെയാണോ എടുത്തുകൊണ്ട് വന്ന് അത് തന്നെ കൊണ്ടുപോയി വെക്കണം. അതും അവരുടെ സ്ട്രക്ചർ ആൻഡ് ഓർഡറിൽ വരുന്നത്. ഇത് അവരുടെ ഡെവലപ്മെന്റ്, ഈവൻ ദോ ദേ ഹാവ് ദ ഫ്രീഡം, ആ ഫ്രീഡം ഉണ്ടെങ്കിലും അവരെടുക്കുന്ന മെറ്റീരിയൽസിനോട് റെസ്പെക്ട് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അത് അവരെ തിരിച്ചു വെക്കുക എന്നുള്ളതും ഇവരുടെ ഈ സ്ട്രക്ചർ ആൻഡ് ഓർഡറിൽ വരും.
അതുപോലെ തന്നെ കുട്ടികളിൽ പലപ്പോഴും ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഉണ്ട്. അതായത് കായി കിട്ടുന്നതൊക്കെ ചെയ്യുക, എറിയുക. അപ്പൊ അത് കുറേ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ പ്രത്യേകം ആക്ടിവിറ്റി ഈ ഫെസിലിറ്റേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അങ്ങനെ ചെയ്ത് അവരുടെ ആ ഡിസ്ട്രക്റ്റീവ് നേച്ചർ മാറ്റണം. അറിയാൻ മോണ്ടിസോറി ഫസ്റ്റ് സ്ലം ഏരിയയിലെ കുട്ടികൾക്കാണല്ലോ ചെയ്തത്. അങ്ങനെ അത് മാറ്റി തന്നെ അവർക്കെല്ലാം ആ ഒരു വയലൻസ്, അജിറ്റേറ്റിംഗ് ക്യാരക്ടർ, ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അത് പല മാസങ്ങൾ കൊണ്ട് പല ആക്ടിവിറ്റീസ് കൊടുത്ത് അങ്ങനെയായിരുന്നു അവർ ചെയ്തത്. ഒരു ക്ലിയർ ഓൾ ദ റെസ്റ്റ് എവറി മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ അപ്പിയറൻസ് ഓരോ കാര്യം ചെയ്യുന്നതിനും അവർക്ക് അതിന്റെ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടിയായിരിക്കണം അവരുടെ മുമ്പിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അത് എടുത്തോണ്ട് അത് അവിടെ നിന്ന് ഷെൽഫിൽ നിന്ന് എടുക്കുന്നത് തുടങ്ങി തിരിച്ചു വെക്കുന്നവരെ കുട്ടികൾക്ക് നല്ലൊരു ക്ലാരിറ്റി കൊടുക്കണം. അപ്പൊ മാത്രമാണ് അവരും അതേ ഓർഡർ ഫോളോ ചെയ്യുള്ളൂ. അങ്ങനെ എങ്ങനെയാണോ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് അതാണ്. അപ്പൊ അവര് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് ഇറ്റ് മോർ ക്ലിയർ. ഓക്കെ, അപ്പൊ ടീച്ചർ അത് എല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം ഫെസിലിറ്റേറ്റർ. ഇന്റർവ്യൂ ഇടപെടുന്നതാണെങ്കിൽ ഇടപെട്ട് അത് കാര്യങ്ങൾ അവനെ ഷോ ദം, അല്ലെങ്കിൽ ഡോണ്ട് കറക്റ്റ് ദം. വീണ്ടും ഇങ്ങനെയാണോ, നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം, അങ്ങനെ നമ്മളൊരു വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ച് ഓക്കെ. സോ നെക്സ്റ്റ് ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഒന്നുമില്ലല്ലേ? Yes, ma'am. Yes, please. Success is not final. Failure is not fatal. It is the courage to continue that counts. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. സൈൻ ഔട്ട് ബൈ ജിഷാന. താങ്ക് യു മാം. വെക്കേഷൻസ് ആണ്, കുട്ടികൾ കൂടെ ഉണ്ട്, നിങ്ങളുടെ പേഴ്സണൽ ടൈമാണ്, എല്ലാമാണ്. ബട്ട് ജസ്റ്റ് ഒരു 30 minutes ഒന്ന് ആരെയും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് വേണ്ടി ഒന്ന് മാറ്റി വെച്ചാൽ യു ക്യാൻ ഡു ഓൾ ദ വർക്ക്സ്. അല്ലെങ്കിൽ എക്സാം, വൈവ ഒക്കെ കൂടെ വന്നിട്ട് നമ്മൾക്ക് റിലേ പോകും. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സ് ഒക്കെ മേക്ക് ചെയ്യാന്. അതും ടൈമില് കേട്ടില്ല, ക്ലിയർ ആയില്ല. വോയിസ് ബ്രേക്ക് ആവുന്നു, എനിക്ക് മാത്രമാണ്. ക്ലിയർ ആവുന്നില്ല. അതായത് ക്രാഫ്റ്റ് വർക്ക് പറഞ്ഞതിൽ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഫ്ലവേഴ്സോ ഇഷ്ടമുള്ള ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടെന്നാണോ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴ്സ് കഴിയുമ്പോഴത്തേനും ക്രാഫ്റ്റ് വർക്ക് ഒക്കെ പറ്റണതൊക്കെ ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതും വൈവ ടൈമിൽ ചോദിക്കൂലേ? യെസ്, ഷുവർ, ഡെഫിനറ്റ്ലി. എനിക്ക് അങ്ങനെയുള്ളത് കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്തായാലും ചോദിക്കും. മാം ഫ്ലവർ മേക്കിംഗ് മാത്രമാണോ വേറെ? ഇഷ്ടമുള്ള ക്രാഫ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. അതായത് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സിമ്പിൾ വൺ. ചില സ്കൂളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ചാൻസ് കിട്ടും. അവരെ കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യിച്ചോളൂ എന്നൊക്കെ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പറയും. സോ ഇറ്റ്സ് എ ചാൻസ്. അതുകൊണ്ട് നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ആയാലല്ലേ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുള്ളൂ. മിസ് പറഞ്ഞത് ബർത്ത്ഡേ മിസ്സേ, ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലേ മിസ്സേ, അത് എത്ര എണ്ണം വരെ ഉണ്ടാക്കണം? എത്ര ഒരു മിനിമം എത്ര എണ്ണം ഉണ്ടാക്കണം? ഫേസ് മാസ്ക് ഇല്ല. അതായത് നിങ്ങളുടെ സ്റ്റോറി എന്താണോ അതിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് ഉണ്ടാക്കാനേ ഞാൻ പറഞ്ഞു. നമുക്ക് കുട്ടികൾക്ക് നറേറ്റ് ചെയ്ത് സ്റ്റോറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. എനിവേ ഞാൻ ഇന്നിച്ചിരി ധൃതിയില്ല, ഞാൻ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. കാരണം എനിക്ക് 1:30 തുടങ്ങി 3:30 വരെ ക്ലാസ് ഉണ്ട്. ഞാൻ ക്ലാസ്സിലായിരിക്കും. സോ പ്ലീസ് നമ്മുടെ ഓഫീസിൽ ഒക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ട്. ബൈ, ടേക്ക് കെയർ, ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. Thank you so much.